മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ചേർത്തലയിൽ ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്കൂളിൽ ഒരു യോഗ ഡേയോടനുബന്ധിച്ച് ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. അവിടെ ഒരു വ്യക്തിയെ കണ്ടു. NSSൻ്റെ ഒരു വലിയ പ്രവർത്തകനാണ്, നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹം ജി സുകുമാരൻ നായർ, NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയിരുന്നു അത്രേ. അദ്ദേഹം സ്ഥാപിക്കുന്ന ഒരു സ്കൂളിന് തറക്കല്ലിടാനും അതിൽ ഒരു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാനുമൊക്കെയാണ് ജി സുകുമാരൻ നായരെ വിളിച്ചത്. ജി സുകുമാരൻ നായർ ഈ ക്ഷണം എല്ലാം കേട്ട് നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജി സുകുമാരൻ നായരെ ക്ഷണിക്കാൻ പോയ ആൾ പറഞ്ഞു, ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനോട് കൂടിയാണെന്ന്. ഈ ഗോപാലകൃഷ്ണൻ എന്ന പേര്, എൻ്റെ പേര് പറഞ്ഞോടുകൂടി ജി സുകുമാരൻ നായർ സമനില തെറ്റിയ മാതിരി ഷർട്ടൊക്കെ മുകളിലേക്കാക്കി, രാഹുൽ ഗാന്ധിയെ പോലെ മുകളിലേക്കാക്കി, കടന്നുപോടോ പുറത്ത് എന്ന് പറയുന്ന രീതിയിൽ ആക്രോശിച്ച്, അയാൾ എൻ്റെ ആജന്മ ശത്രുവാണ്, എന്നെ എന്നും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ്, പെരുന്നയിൽ വന്നിട്ട് പോലും എനിക്കെതിരെ അയാൾ സംസാരിച്ചു, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്താ ഇവിടുത്തെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തു. ജി സുകുമാരൻ നായർ എന്ന അല്പനോ വലിയവനോ ഏതായാലും എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞു. ഏതായാലും ഞാൻ ജി സുകുമാരൻ നായരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇന്ന് ഭാരതത്തിലും കേരളത്തിലും ഹിന്ദു ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ ജനതയുടെ അവകാശങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, അവരുടെ പള്ളികളും അവരുടെ മസ്ജിദുകളും സംരക്ഷിക്കാൻ നിയമമുണ്ട്, ഹിന്ദുക്കളുടെ എല്ലാം കൈയിട്ട് വാരുകയും ഹിന്ദുക്കൾക്കൊരു സ്കൂൾ തുടങ്ങാനും കോളേജ് തുടങ്ങാനും അസാധാരണമായ നിയമാവലികൾ എല്ലാം ഉള്ള കാലത്ത് ആ ഹിന്ദുവായി സ്വന്തം ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് അവകാശത്തിന് വേണ്ടി പൊരുതുമ്പോൾ സുകുമാരൻ നായരെ നിങ്ങൾ മാത്രമാണ് മാറി നിൽക്കുന്നത്. നിങ്ങൾ KM മാണി കൈക്കൂലി വാങ്ങിച്ചതിനെ അങ്ങേര് വാങ്ങിക്കില്ലെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. അത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ KM മാണിയെ ഇവിടുത്തെ കോടതി പോലും വിമർശിച്ചപ്പോൾ നിങ്ങൾ അങ്ങേരെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ അങ്ങേരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച്, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പൈസ വാങ്ങിച്ച്, ക്രിസ്ത്യാനികളിൽ നിന്ന് പൈസ വാങ്ങിച്ച് NSSന് അർഹതയുള്ള പലതും വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾക്ക് കൊടുപ്പിച്ചപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഏത് കള്ളത്തരവും ഇപ്പൊ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്തോളൂ. പക്ഷെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വന്നൂടെ? എന്തിനാ സുരേഷ് ഗോപിയെ അവഹേളിച്ചത്? എന്തിനാ സുധീരനെ അവഹേളിച്ചത്? നിങ്ങൾ ഏത് ചില്ലുകൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്? ഈ സമദൂരം ശരിദൂരം എന്ന പേ പിടിച്ച പട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാതിരി ഒരു മനുഷ്യനും വില വെക്കാത്ത കുറെ വാക്കുകളും പറഞ്ഞ് അതാണ് വിജയിച്ചത് എന്ന് എട്ടുകാലി മാമൂഞ്ഞ് ഗർഭിണികളെ കാണുമ്പോൾ പറയുന്ന മാതിരി പറഞ്ഞ് എല്ലായിടത്തും സമദൂരം ശരിദൂരമാണ്. മോഡിക്ക് അമേരിക്കയിലും ഒബാമ സ്വീകരണം കൊടുത്തതും ഞങ്ങളുടെ സമദൂരം ശരിദൂരം കൊണ്ടാണ്. മോഡി അമേരിക്കൻ പാർലമെന്റിൽ സംസാരിച്ചത് ഞങ്ങളുടെ സമദൂരം ശരിദൂരം കൊണ്ടാണ്. ഉമ്മൻചാണ്ടി ജയിക്കുമ്പോൾ ജയിച്ചത് ഞങ്ങളുടെ സമദൂരം കൊണ്ടാണ്. LDF ജയിച്ചപ്പോഴും അത് ഞങ്ങളുടെ സമദൂരം ശരിദൂരം കൊണ്ടാണ് എന്ന് തനി വട്ട് പറയുമ്പോൾ നിങ്ങളുടെ പറയുന്നത് ഒന്നും NSSകാർ കേൾക്കാത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചപ്പോൾ, സമൂഹം തന്നെ വെറുക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ വന്നപ്പോഴത്തേക്കും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഗോപാലകൃഷ്ണൻ ചെയ്ത മഹാപരാധം എന്താണ്? നിങ്ങളൊരു ഹിന്ദുവാണ്, നിങ്ങളുടെ NSS കരയോഗങ്ങളിൽ പൂജ നടത്താറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പൂജ നടത്താറുണ്ട്, നിങ്ങൾ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ എന്തിനായി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ. മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നായർ സമുദായത്തിനും 1/3 ഭാഗം ഹൈന്ദവ സമുദായത്തിനും ബാക്കി 1/3 ഭാഗം പരമപവിത്രമായ ഭാരതത്തിന്റെ നന്മയ്ക്കും വേണ്ടി എന്നാ പറഞ്ഞത്. ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ കടന്നുകയറ്റത്തെ ഇല്ലാതെയാക്കാനാണ് ശങ്കറും മന്നത്ത് പത്മനാഭനും ഒക്കെ പ്രവർത്തിച്ചത്. അതിന് ഘടകവിരുദ്ധമായിട്ട് തനി മാനസിക രോഗിയെ പോലെ ശരിദൂരം സമദൂരം ആരോ എന്തോ ഒരു മയക്കുമരുന്ന് നിങ്ങളുടെ രക്തത്തിൽ ഇഞ്ചക്ട് ചെയ്ത പോലെ ഈ ഒരേ വാക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് ആരും വിലയിരുത്തിയിട്ടില്ല. NSSന്റെ ജനറൽ സെക്രട്ടറി ആണ് എന്ന കാരണത്താൽ മാതൃഭൂമിയിൽ നിങ്ങൾ പറയുന്നതെല്ലാം പ്രസിദ്ധീകരിക്കുന്നു എന്നല്ലാതെ
നിങ്ങളുടെ നോമിനികളായ കുറെ NSS ഡയറക്ട് മെമ്പേഴ്സ് നിങ്ങൾ പറയുന്ന ചംച അടിച്ച് അവിടെ വന്ന് കുറെ ഉഴുന്നുവടയും പരിപ്പുവടയും ഊണും ഒക്കെ കഴിച്ച് മന്നത്ത് പത്മനാഭന്റെ സമാധി ദിവസവും മന്നത്ത് പത്മനാഭന്റെ ജനന ദിവസവും മന്നത്ത് പത്മനാഭൻ സംസാരിക്കാൻ തുടങ്ങിയ ദിവസവും മന്നത്ത് പത്മനാഭന്റെ അന്നപ്രാശനം നടന്ന ദിവസവും മന്നത്ത് പത്മനാഭന്റെ നാമകരണം നടന്ന ദിവസവും മന്നത്ത് പത്മനാഭൻ കല്യാണം കഴിച്ച ദിവസവും മന്നത്ത് പത്മനാഭന് കുട്ടി ജനിച്ച ദിവസവും അങ്ങേരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന മാത്രം പണിയും വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ആ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരു അജാത ശത്രുവിനെ പോലെയോ ഒരു കൂലംകുത്തിയെ പോലെയോ ആയി തീരുമ്പോ അത് വിളിച്ചു പറയാൻ ഒരു ഗോപാലകൃഷ്ണൻ വേണ്ടേ? ഞാൻ പച്ചയ്ക്ക് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഗോപാലകൃഷ്ണൻ ഇത്രയും പറഞ്ഞിട്ട് NSSലെ ഒരു വ്യക്തി പോലും ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ എതിർത്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വില എത്രയുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. എത്രയോ സദസ്സുകളില് എത്ര സദസ്സിലാണ് NSSന്റെ പരിപാടിയിലേക്ക് പോയിരിക്കുന്നത്? ബഹറിന് പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, കുവൈറ്റിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം NSSന്റെ പരിപാടിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിലെ NSS കരയോഗക്കാര് എന്നെ പ്രഭാഷണത്തിന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അംഗങ്ങളായിട്ടുള്ള സ്ഥലത്ത് പോലും എന്നെ വിളിച്ചിട്ടുണ്ട്. സുകുമാരൻ നായർക്കെതിരെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഗോപാലകൃഷ്ണനെ മൊത്തത്തിൽ മുദ്ര കുത്തിയിട്ട് സമൂഹഭ്രഷ്ടനാക്കണ്ടേ? എന്റെ കുടുംബത്തിലുണ്ട് NSSകാര്, രക്തബന്ധത്തിലുണ്ട് NSSകാര്. അതുകൊണ്ട് NSS എന്ന് പറയുന്നത് ദൂരെ മാറി നിന്ന് വിരൽ ചൂണ്ടി നിങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും അവഹേളിക്കാനുള്ള പ്രക്രിയയിലല്ല ഗോപാലകൃഷ്ണൻ. വെള്ളാപ്പള്ളി നടേശൻ തെറ്റ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന ശരിയും പറഞ്ഞിട്ടുണ്ട്. സമുദായ നേതാക്കള് എന്റെ സമുദായത്തിലുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നടത്തിയ പ്രഭാഷണങ്ങളില്. അതുകൊണ്ട് എല്ലാവരുടെയും തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവതാരമാണ് ഗോപാലകൃഷ്ണൻ എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഈ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന വേദന നിങ്ങളെ പോലെയുള്ളവർ കൂടി കൂടെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതിനു പകരം ഒരു ഓഫീസിൽ രാവിലെ മുതൽക്ക് രാത്രി വരെ കുത്തിയിരുന്ന് മറ്റ് സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ സമദൂരം ശരിദൂരം എന്ന് പറഞ്ഞ് ഓരോ അച്ഛന്മാരും കത്തോലിക്ക ബാവയും പിണറായി വിജയന്റെ അടുത്ത് എന്നിട്ട് അവരവരുടെ കാര്യം നേടുമ്പോൾ മറ്റ് സമുദായക്കാർ ഭരിക്കുന്നവരുടെ അരമനകളിലും ആശ്രമങ്ങളിലും എല്ലാം ചെന്ന് അവർക്ക് വേണ്ടത് അവർ ചോദിക്കുമ്പോൾ AKG സെന്ററിൽ വരെ ഇഴഞ്ഞു തിരിയുന്ന കത്തോലിക്ക ബാവമാരും അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും പോകുമ്പോ ഇതിലൊന്നിലും പോകാതെ തനി ഷണ്ടനെ പോലെ ഒരു ഇമ്പോർട്ടന്റ് വ്യക്തിയെ പോലെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ മുകളിലിരിക്കുന്ന നിങ്ങളെ വിമർശിക്കുക അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രണാമം, നമസ്കാരം.